അപ്പോൾ ഞാൻ മുട്ടയും ഏത്തപ്പഴം കൂടി ഒരുമിച്ച് പുഴുങ്ങാൻ പോകുന്നത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഏത്തപ്പഴം വെച്ച് പിന്നെ മുട്ടയും വെച്ച് വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട്. മുട്ട ഫുൾ മുങ്ങുന്ന രീതിയിലല്ല വെള്ളം എടുത്തേക്കുന്നത്, ഒരു പകുതി മുങ്ങുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. രണ്ട് വിസിൽ അടിച്ച് ഗ്യാസെല്ലാം പോയിട്ടുണ്ട്. ഇത് വെന്ത പോലെ ഇരിക്കുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കായിരുന്നു തോന്നി, കാരണം വെള്ളം ഒന്നും ഇല്ല ഇപ്പം. എന്നാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നും കാണില്ല. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേറൊരു കാര്യം, ഞാൻ വെള്ളം ശരിക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സക്കായിരിക്കണായിരുന്നു. വെള്ളം അത് ചെറുതായി തൊട്ടപ്പോൾ വെള്ളം മൊത്തം വന്നു തിരിച്ച്. അപ്പോൾ ഇത് പ്രോപ്പർലി കുക്കായിട്ടുണ്ട്. മുട്ടയും പഴവും നമ്മുടെ എക്സ്പെരിമെൻറ്റ് വിജയിച്ചിരിക്കുന്നു.